സിമ്പിൾ ആൻഡ് ഈസി കാരമൽ പുഡിംഗ് സ്വപ്നങ്ങളിൽ മാത്രം. കുറച്ച് പഞ്ചസാര എടുക്കുക, ഇച്ചിരി വെള്ളവും പഞ്ചസാരയും കൂടെ കാരമലൈസ് ചെയ്തെടുക്കുക അടപ്പത്ത് വെച്ചിട്ട്. കഴിഞ്ഞ് പാലിൽ ഇച്ചിരി പഞ്ചസാര എടുത്തിട്ട് വാനില എസൻസ് ഇട്ട് കൊടുക്കണം. വാനില എസൻസ് ഇട്ടിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫുഡ് കളർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പാത്രത്തിലോട്ട് ഇത് ഉരുക്കിയത് ഇട്ട് കൊടുക്കാം. നല്ലോണം ചുറ്റിച്ചു കൊടുക്കണം. നമ്മുടെ പാല് നല്ല പിങ്ക് കളറിലായിട്ടുണ്ട്. നമ്മുടെ പാല് തിളച്ചു വന്നു കഴിയുമ്പോൾ ആറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെക്കണം. ഫാനിൻ്റെ ചോട്ടിൽ വെക്കണം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കണം. ബീറ്റ് ചെയ്ത മുട്ട ഈ പാല് തണുത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒഴിക്കണം. തണുത്ത് വരുമ്പോൾ മാത്രം ഒഴിക്കണേ. ഇത് അരിച്ച് കാരമൽ ഒഴിച്ച് വെച്ച പാത്രത്തിലോട്ട് ഒഴിക്കണം. ഇങ്ങനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു 15-20 മിനിറ്റ് ആ പാലും ഇതൊക്കെ വെച്ച സാധനം ആവിച്ചെമ്പിൽ വെക്കാം. ഇനിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യേണ്ടത്. ഇത് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാനായിട്ടില്ല, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. ഫൈനലി ദാറ്റ് മൊമെന്റ് നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് അടിച്ചു. ഇനി അത് കഴിക്കാൻ പോവാണ്. നമ്മൾ ഒരാളേ ഉള്ളൂ ഞാൻ, അതുകൊണ്ട് എനിക്കൊരു ക്വാണ്ടിറ്റി മതി. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനലി ഒരു കോലം വരുന്നത്. ടേസ്റ്റ് കിഡിലോസ്കി ആയിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാണാൻ വലിയ മെനയൊന്നുമില്ല, നല്ല ബ്ലും ബ്ലും ആയിട്ടുണ്ട്. നമുക്കിതിനി കഴിച്ചു നോക്കാം. വായി വെച്ചപ്പോൾ തന്നെ ബോംബ് പൊട്ടിയ പോലെ നല്ല സ്മൂത്താണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയല്ല, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഗുളു 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 ഗുളു. എന്തൊരു ടേസ്റ്റാണ്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ ഇതിൻ്റെ അഡിക്റ്റ് ആട്ടോ. ഇത് ഡേഞ്ചറാ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഡേഞ്ചറാട്ടോ. എൻ്റെ പൊന്ന് ഫ്രണ്ട്സ്, ഒന്നും പറയാനും ഒരു രക്ഷയില്ലാത്ത സാധനം. ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അനിയന്മാർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. ബൈ.